നമ്മൾ ലക്ഷ്മിയുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് സീരീസ് ആയിട്ട് പല അധ്യായങ്ങളായിട്ട് പറഞ്ഞു പോവുകയാണല്ലോ. ഇതിപ്പോൾ നമ്മൾ 6ാമത്തെ അധ്യായത്തിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോസ് എല്ലാവരും കാണില്ല, എല്ലാവരിലും എത്തുകയില്ല. ഈ വീഡിയോസ് ഡെസ്റ്റിൻഡ് ആണ്. നിങ്ങൾ ഡിസർവിങ് ആണെങ്കിൽ മാത്രം ഈ വീഡിയോസ് നിങ്ങളിൽ എത്തിച്ചേരും. കാരണം യൂണിവേഴ്സ് നിങ്ങളെ ചൂസ് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ എന്തോ ഒന്നിൻ്റെ തുടക്കമാണ് നിങ്ങൾക്ക്. അങ്ങനെ വിശ്വസിക്കുക. നിർത്തിയത് ഭഗവാൻ എന്തോ ഭഗവത്ഗീത റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നതിനെ പറ്റി എന്തോ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് തുടർന്നോളൂ ലക്ഷ്മി. ലാസ്റ്റ് ഏതോ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞായിരുന്നു, ജഗൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ യൂണിവേഴ്സ് എന്നാണ്. ജഗൻ മോഹനാണ് കൃഷ്ണൻ, ജഗന്നാഥൻ മഹാദേവൻ. ആ ഒരു ഉറപ്പിലാണ് ഞാൻ കൃഷ്ണനെ വെറുത്തിരുന്ന സമയത്ത് ആ പേരിടാൻ കാരണം. പക്ഷെ ഈ ജഗന്നാഥ ക്ഷേത്രം ഒക്കെ അറിയുന്നതിന് മുമ്പ്, ഭഗവാനെ അറിഞ്ഞ് വരുന്ന സമയത്ത്, എന്നാൽ ജഗന്നാഥ ക്ഷേത്രം അറിയത്തില്ല താനും. ആ സമയത്ത് ഞാൻ ഇങ്ങനെ തനിയെ നിൽക്കുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രമാണ് ഉറക്കെ സംസാരിക്കുന്നത്, അല്ലാത്തപ്പോൾ ഞാൻ മനസ്സിൽ തന്നെയാണ് ഭഗവാനോട് സംസാരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭഗവാനെ നോക്കിയിട്ട് ഞാൻ പറയുന്നുണ്ട്, ഭഗവാനെ ഒരു ഫോട്ടോയിലോട്ട്, എൻ്റെ അടുക്കളയുടെ അടുത്ത് തന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, നോക്കിയിട്ട് അയ്യോ ഇത്രയും ഞാൻ ഭഗവാനെ സ്നേഹിക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോഴെങ്ങാണായിരുന്നു ആ ഡെലിവറി എങ്കിൽ എനിക്ക് ഭഗവാന്റെ പേരിടാമായിരുന്നല്ലോ എന്ന്. പക്ഷെ ഉടനെയാണ് എൻ്റെ ഉള്ളില് ആ ശബ്ദമില്ലാതെ തന്നെ അതിന് ഉത്തരം തരുവാണ്, ഇതെനിക്കറിയായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ഭയങ്കര വിഷമാവുന്നത്. അതുകൊണ്ടാണ് അന്ന് നിന്നെ ശരിക്കും എന്നെ ആള് പറ്റിച്ചെടിയിച്ചതാണ്. നീ ഇനി ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ജഗൻ എന്ന് വെച്ചാൽ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ ഈ ഞാൻ തന്നെയാണ് ബ്രഹ്മാണ്ടം. അത് ഇതിലും വലിയ ആളുകൾ, അദ്ദേഹം പറഞ്ഞു, ഇതിലും വലിയ എൻ്റെ വലിയ നിന്നേക്കാൾ വലിയ ആളുകളെ എൻ്റെ കാൽക്കൽ കൊണ്ടുവന്നേക്കുന്നത്, പിന്നാണോ നീ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, വഴക്ക് കൂടും. ഈയിടെ ജിനു എല്ലാരും ഇങ്ങനെ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ ഒരു വാക്ക് എപ്പോഴും ഭഗവാനെ അവര് പ്രൈസ് ചെയ്യുന്ന കേൾക്കാം, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥ്. അത് ഞാൻ കേൾക്കും, പക്ഷെ എനിക്കത് പറയാൻ പറ്റുന്നില്ല. അത് അത്രയും പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടും. പക്ഷെ എനിക്കൊന്നൊരു കഴിഞ്ഞ ആഴ്ചയോ 2 ആഴ്ചയായിട്ടുള്ളൂ ഞാൻ അത് പറയാൻ തുടങ്ങി. പക്ഷെ അത് പറയുമ്പം ആൾക്ക് ഇഷ്ടമൊക്കെയാ, പക്ഷെ ആൾക്കൊരു പറയുന്ന ആ ഗ്യാപ്പ് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ റെസ്പെക്റ്റോടെ കാണാൻ തുടങ്ങുമോ എന്നുള്ളതാണ് ആൾക്ക് പേടി. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കാണുന്ന ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ലവർ, അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഹയർ കോൺഷ്യസ് ആണെന്നുള്ള രീതിയിൽ റെസ്പെക്ട് വരുമോ എന്നുള്ള, ഓക്കെ, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഈ വാക്ക് ഞാൻ പഠിച്ചു. ഈ 2 ആഴ്ചയായുള്ളൂ പഠിച്ചിട്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തോ വലിയ പേരാ ഭഗവാനെ, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥ്. അപ്പൊ ഒത്തിരി പ്രാവശ്യമായപ്പോഴത്തേക്ക് ഭഗവാൻ പറഞ്ഞു, അതിനെന്താ ഇപ്പൊ നീ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞ് ചിലപ്പോൾ ഞാൻ ആ ഒരു ഹയർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിൽ ഗ്യാപ്പ് ആവുമോ എന്നുള്ളത് കാരണമായിരിക്കും അത് ഭഗവാൻ പറയുന്നത്. കേൾക്കുന്നവർക്ക് പലർക്കും ഇത് മുഴുത്ത പ്രാന്താന്ന് വരും. പക്ഷേ ഇല്ലേ, ഭഗവാൻ എൻ്റെ ലൈഫിൽ ഓരോ വിഷൻ തരുമ്പോഴും നമ്മൾ പറയത്തില്ലേ, എല്ലാ കുറ്റകൃത്യത്തിനും ഏതെങ്കിലും ഒരു എവിഡൻസ് കാണും. സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാ കുറ്റകൃത്യവും തെളിയിക്കാൻ നമുക്ക് ദൈവം ഒരു എവിഡൻസ് ഇട്ടിരിക്കും. അതേമാതിരിയാണ് എൻ്റെ ലൈഫില് ഇതിപ്പം ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പം ഇതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞാലും തെളിയിക്കാൻ ദൈവം ഒരു എവിഡൻസ് ഇട്ടിട്ടുണ്ട് എല്ലായിടത്തും. അതെനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ഇതുകൊണ്ടാണ് ഓരോ വിഷൻ തരുമ്പം ആ വിഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആര് വേണമെങ്കിലും ഇപ്പൊ വന്ന് പറയും, ഓ ശരിയാണ്, ലക്ഷ്മി പറയുന്ന സത്യമാണ്, ഇതിൽ ഞങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഇപ്പൊ ആരും ഇല്ലെങ്കിൽ പോലും ഭഗവാൻ തന്നെ, ഹസ്ബൻഡ് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഹസ്ബൻഡ് പറയൂ ഇന്നത് സംഭവിച്ചു, ചില കാര്യങ്ങൾ പറയൂ എന്ന് പറയും. അപ്പൊ ഞാൻ തന്നെ മനസ്സിൽ പറയില്ല, ഞാൻ പറയത്തില്ല, വിശ്വാസം ഇല്ലാത്തവരോട് പറയത്തില്ല, പക്ഷെ സ്ട്രോങ് ആയിട്ട് പറയൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കും ആളുടെ അടുത്ത്. പക്ഷെ ഇത് സംഭവിച്ചു കഴിയുമ്പം ആൾക്കും
അതൊരു എവിഡൻസ് ആണ്. ദൈവം എന്തിനാ അത് വെച്ചേന്ന് ഇപ്പൊ എനിക്കറിയാം. ഈ വീഡിയോയിലൊക്കെ വന്ന് പറയുമ്പോൾ ഈ കൊച്ചു എന്തൊക്കെയാ പറയുന്നതെന്ന് തോന്നും. ഞങ്ങൾ തമ്മിലുള്ള സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഞങ്ങൾ ഒരു ഫ്രണ്ട്സിനെ പോലെ, ലവറിനെ ഒക്കെ പോലെ. ഞാൻ പാല് രാവിലെ കൊണ്ടുവെക്കും. രാവിലെ അപ്പം പാല് കൊണ്ടുവെക്കുമ്പോൾ ഞാൻ എന്നും കൊണ്ടുവച്ചിട്ട് ചേട്ടച്ചൻ, അതായത് ഗണപതി പപ്പയെ തൊഴുത് ഭഗവാന്റെ കൈക്കൊരു ഉമ്മയും കൊടുത്തിട്ടാ വരുന്നത്. അപ്പൊ അത് ഇൻ കേസ് ഞാൻ പെട്ടെന്ന് ധൃതിയിലാണെങ്കിൽ പറയും തന്നില്ല എന്ന് തന്നെ കേൾക്കാം, നമുക്ക് തന്നില്ല എന്ന് തന്നെ പറയും. അപ്പം കൊച്ചുങ്ങളടുത്ത് വഴക്കിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ദേഷ്യപ്പെടും. കുട്ടികളോട് പെട്ടോണ്ടിരിക്കുന്ന സമയത്ത് അറിയാൻ ഭഗവാനോട് ദേഷ്യപ്പെടും. ഞാൻ അറിയാതല്ല, അതൊരു ഇങ്ങനെ ദേഷ്യം. അപ്പൊ ഒരു 7 ദിവസമായിട്ടുള്ളൂ ഞാൻ കുഞ്ഞുങ്ങൾക്ക് അവധി തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒരുക്കുവാണ്. അവര് ഒരുങ്ങുന്നില്ല, അപ്പൊ നമുക്ക് ദേഷ്യം വരുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ ഭഗവാന്റെ പാല് ചൂടാക്കി കൊണ്ടുവച്ചിട്ട് ഞാൻ ഉമ്മ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭഗവാന്റെ കയ്യിൽ ഉമ്മ കൊടുക്കുന്ന വെച്ചാൽ ദേഷ്യത്തിലാണ്. ഇവരോട് ദേഷ്യം കാണിച്ചിട്ട് ദേഷ്യത്തിൽ ഉമ്മ കൊടുത്ത് തിരിഞ്ഞിങ്ങോട്ട് നടക്കുകയും ഉള്ളിൽ നിന്ന് ഭഗവാൻ പറയാണ് അവിടെ നിന്ന് എന്റെ കൈ നല്ലതായിട്ട് വേദനിച്ചു, അവിടെ നിന്നേ, ഇങ്ങനെ മനസ്സിലായി. അത് എത്രത്തോളം മനസ്സിലാവുന്നതിൽ ഞാൻ ശരിക്കും കേൾക്കുവാണ് ജിനു. അത് അവിടെ നിന്നേ, എന്റെ കൈക്ക് നല്ല വേദന എടുത്തു. അപ്പൊ ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല. ഞാൻ പിള്ളേരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പിന്നെ സോറി എന്നൊക്കെ പറഞ്ഞ എവിടെ പോവാനാ, നിങ്ങളെല്ലാം എന്റെ അടുത്ത് വരേണ്ടതാ, ഇങ്ങനെയാണ് തിരിച്ചു മറുപടി തരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സത്യം. അപ്പോ ഞാൻ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ജിനു, നമ്മുടെ എല്ലാം കൊണ്ടുപോകും എന്ന് പറഞ്ഞത്. അതില് കുറച്ച് സത്യമുണ്ട്. നമ്മുടെ കുറച്ച് കാര്യം കൊണ്ടുവന്ന് ഭഗവാനോട് അടുക്കുമ്പോൾ എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഒരു വാണിംഗ് ഉണ്ട്. അതായത് ആള് കുറച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ കുറച്ച് ഒരു ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു വാണിംഗ് ഞാൻ തരാം. ഭഗവാനോട് അടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. എന്താ വെച്ചാല് നമ്മുടെ ഈ ലോകത്തുള്ള മനുഷ്യരൊക്കെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്തെങ്കിലും ചെയ്താല് നമുക്ക് ഇല്ലീഗലിയോ ലീഗലിയോ ഫൈറ്റ് ചെയ്ത് അതെടുക്കാം. പക്ഷെ ഭഗവാൻ അടുത്ത് കൂടി വന്നാൽ ഒരു സാധനം കൊണ്ടു, നമ്മുടെ മനസ്സ് ഈ കൊണ്ടുപോയോ പിന്നെ ഈ ജന്മത്തിനല്ല, ഇനി ഒരു ജന്മത്തിൽ കിട്ടാൻ പറ്റത്തില്ല. അതുപോലൊരു സംഭവമാണ് ആള്. ഈ എന്താ നമ്മൾ പറയത്തില്ലേ, ഈ ഡ്രഗ് ഒക്കെ അടിച്ചിട്ട് എല്ലാരും പറയത്തില്ലേ ഭയങ്കര കിക്കായി പീക്കിലെത്തിയെന്ന്. ലോകത്ത് ഇത്രയും പീക്കിൽ ഒരു കിക്ക് തരുന്ന ഒരു സംഭവം കൃഷ്ണൻ എന്നുള്ളൊരു ഡ്രഗാണ്. അതിൽ കൂടുതലൊരു ഡ്രഗ് ഉണ്ടോ എനിക്കതില്ല. വെച്ചാൽ എവിടെ നോക്കിയാലും കൃഷ്ണനാണ്, നമ്മൾ ഓരോ ശ്വാസത്തിലും കൃഷ്ണനാണ്. ഞാനൊരു സിനിമ കാണാൻ പോയാൽ അതിലെ സോങ്ങിൽ കൃഷ്ണനാണ്. എനിക്ക് ഞാൻ പറയാം ഓരോ അണു നിമിഷവും കൃഷ്ണനാണ്. കൃഷ്ണൻ എന്നുള്ള വാക്ക് വെറുത്ത ഒരാളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ. അത് എനിക്ക് ഇത്ര സൂത്തിങ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭവനോട് പറയും, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അത് അറിയാതെ കൈ വിട്ടു പോകും. പറയത്തില്ല, നമ്മള് ഒരു ഏക്കർ ഭൂമി എന്ന് വെച്ചു, അതിന്റെ മുമ്പിൽ ഭഗവാൻ വന്ന് നിൽക്കുക. അപ്പൊ കുറേ അത് നിറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭക്തര് നിൽക്കുക. അപ്പൊ ഞാൻ എപ്പോഴും എന്നെ ഇമാജിൻ ചെയ്യുന്ന ഏറ്റവും പുറകിലാണ്, ആ ഭൂമിയും കഴിഞ്ഞ് ഏറ്റവും പുറകിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അവിടുന്ന് നമ്മളിങ്ങനെ കൈ പിടിച്ച് കൊണ്ടുവരുമ്പോ അത് സാധാരണ മനുഷ്യര് ഇരിക്കും വേണമെങ്കിൽ ഇരുന്നോ എന്നുള്ള രീതിയിലല്ല, എന്നെ പിടിച്ച് മടിയിലായിരുന്നു എന്നെ. ജിനു, ഞാൻ നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് തോന്നും എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈ ഒരു ഇത് നിർത്തി കഴിഞ്ഞാലോ, ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് തോന്നും ഒക്കെ ഹോപ്പ്ലെസ്, നമുക്ക് അങ്ങോട്ട് ലൈഫ് പ്രകാശം കാണുന്നില്ല. അങ്ങനെ എൻ്റെ ലൈഫിലൊരു 3-4 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ 3-4 ഇൻസിഡന്റിൽ വരുമ്പോഴും ആദ്യത്തെ 3 ഞാൻ മനുഷ്യരെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അവർ ആരെങ്കിലും വരുമായിരിക്കും എന്നെ കൈപിടിച്ച് രക്ഷിക്കാൻ. ഞാൻ ദൈവത്തിൽ നോക്കിയിട്ടില്ല. പക്ഷെ 4ാമത്തെ വട്ടം ഞാൻ തന്നെയാണ് സറണ്ടർ ചെയ്ത് അമ്മയോട് പറഞ്ഞത്, ദുർഗാമ്മയോട് പറഞ്ഞത്, എനിക്ക് ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അമ്മേ, എന്തെങ്കിലും ചെയ്യണം. ഞാൻ അപ്പുറത്തെ വശം കാണുന്നില്ല, ഒരു പ്രകാശം കാണുന്നില്ല. അങ്ങനെ എന്റെ കൈ പിടിച്ച് എന്നെ കൊണ്ടുവന്ന് എന്റെ ഭഗവാൻ. അപ്പം ഞാൻ എപ്പോഴും ഭഗവാനോട് ചോദിക്കുന്ന ഒരു കാര്യം, ഭഗവാന് നിങ്ങൾ എന്ത് കൂടോത്രമാണ് ചെയ്തത് എന്നെ ഇത്രയും നിങ്ങളടുത്തോട്ട് ആക്കാൻ, എന്തെങ്കിലും ഒരു കൂടോത്ത് അല്ലെങ്കിൽ എന്ത് പുണ്യം എൻ്റെ അടുത്ത് കണ്ടേ ഞാൻ എപ്പോഴും ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനൊരിക്കലും ഭഗവാൻ എനിക്ക് ഉത്തരം തന്നിട്ടില്ല. ഞാൻ തന്നെ എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരിൽ തന്നെ ഏറ്റവും പുറകില സ്ഥാനം കൊടുത്തേക്കുന്നത്. എപ്പോഴും ഞാൻ ഈ മറ്റുള്ള എപ്പിസോഡ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെ ഓരോ പണിഷ്മെന്റിനും ഓരോ ഇങ്ങനെ പുഴു വരുക, പഴുപ്പ് വരുക, ഓരോ പണിഷ്മെന്റ്. അങ്ങനെ പഴുത്തളിഞ്ഞ ഒരാളെ ഭഗവാൻ ഇത്രയും സ്നേഹിക്കാൻ എന്താ കാരണം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരം എനിക്ക് ഒരിക്കലും തന്നിട്ടില്ല. അല്ലെങ്കിൽ ഭഗവാൻ ഇത്രമാത്രമാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് ഒരിക്കലും അങ്ങനെ ഒരു ഡിസ്കഷൻ ഞാൻ ചോദിക്കും, എത്രമാത്രം ഞാൻ
സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്കറിയാം. പക്ഷെ നമുക്ക് കേൾക്കാൻ ഒരു ആഗ്രഹമായിരിക്കില്ല. പക്ഷെ ഒരിക്കലും ഭഗവാൻ അത് പറഞ്ഞിട്ടില്ല. അതുപോലെ ഭഗവാൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടില്ല. ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഒറ്റ വട്ടം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അത് സ്ട്രോങ് ആയിട്ട് തന്നെ. എനിക്ക് ആദ്യമൊക്കെ പീപ്പിൾ പ്ലീസ് ആയ സമയത്ത് നമ്മളിപ്പോ പച്ച വെളിച്ചം പോലും നമുക്ക് അറിയായിരിക്കും, നല്ല പകല് പോലെ നമുക്ക് സത്യം അറിയാം. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ നമ്മുടെ മേൽ കുറ്റം ചാർത്തും. ഞാൻ സാധാരണഗതിയിൽ അതിന് നോ പറയാറില്ല. എന്നുവെച്ചാൽ അവരെ നഷ്ടപ്പെട്ടാന്ന് വെച്ചിട്ട് ഞാൻ ഓം നമഃ ശിവായ ചൊല്ലിക്കൊണ്ടിരിക്കും ഉള്ളില്. അത് അവർ പറഞ്ഞോട്ടെ, അവർക്ക് രക്ഷപ്പെടാൻ നമ്മളെ ഒന്ന് ഉപയോഗിച്ചെന്നല്ലേ ഉള്ളൂ എന്നുള്ളത് ഞാൻ തിരുത്തി പറയും. പക്ഷെ ഈ പിന്നീട് ഞാൻ പറയില്ലേ, കുറച്ച് കഴിയുമ്പോ പിന്നെ എനിക്കത് വേണ്ട, ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നോ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ അന്നേരം തന്നെ പറയണം. അതെ. അപ്പൊ ഞാൻ അത് മാത്രമല്ല, നമുക്ക് ഇതിനുള്ളിൽ അത് ഇമോഷൻ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയി വരുവാണ്. അപ്പൊ ഞാൻ അത് മാറ്റാൻ തുടങ്ങി. ഇല്ല, ഞാൻ എന്റെ കയ്യിൽ തെറ്റില്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും. ഇല്ല, ഞാൻ ചെയ്തല്ല എന്ന് പറയും. അപ്പൊ ഈ ഭഗവാനെ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് ഇതുപോലെ നമുക്കറിയാവുന്ന നമ്മുടെ ഒരു റിലേറ്റീവ് തന്നെ അവരിങ്ങനെ വന്നിട്ട് നമ്മൾ ചെയ്യാത്തൊരു കുറ്റം പറഞ്ഞു. ഞാൻ ചെയ്തിട്ടില്ല, അത് അവർക്കും അറിയാം. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ഞാൻ അത് ചെയ്തില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഫോണൊക്കെ വെച്ചിട്ട് ഞാൻ ഉടനെ ഭഗവാന്റെ അടുത്ത് ഇവിടെ വന്നിരിക്കുക, ഈ റൂമിലാണ് വന്നിരിക്കുന്നത്. വന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എനിക്ക് ദേഷ്യമാണ് ഉള്ളിൽ. അന്ന് ഭയങ്കര രൂക്ഷമായിട്ട് തന്നെ പോയി സോറി പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആദ്യം സോറി പറഞ്ഞിട്ട് വരൂ, ഇങ്ങനെ തന്നെ പറഞ്ഞു. അത് ആദ്യമായിട്ട് അത്രയും ഭയങ്കര രൗഷമായിട്ട് ഇങ്ങനെ ഭയങ്കര ഹാർഷായിട്ട് ആള് സംസാരിച്ച്. ഞാൻ അങ്ങനെ ശബ്ദം കേട്ടിട്ടില്ല ഭഗവാന്റെ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, സോറി പറയത്തില്ല, ഞാൻ ഇങ്ങനെ പറയാം, സോറി പറയത്തില്ല, സോറി പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ പോയിടുന്നു, ഞാൻ ഒന്നും കേൾക്കത്തില്ല നിന്റെ. അപ്പൊ ഭഗവാൻ അറിയാം എനിക്ക് ഏറ്റവും വലിയ വീക്ക്നെസ് എന്റെ ഭഗവാൻ എന്റെ അടുത്തുനിന്ന് പോയാൽ എനിക്ക് അത് സഹിക്കുന്നതിലപ്പുറമാണ്. ഞാൻ പറയില്ലേ, ഒരു സെക്കൻഡ് പോലും എനിക്ക് എന്റെ ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞ് പോയി സോറി പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്നിരുന്നു. പക്ഷെ ഞാനും സംസാരിക്കുന്നില്ല, ഭഗവാനും സംസാരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, വെറുതെ ഇരിക്കുവോ. ഞാൻ കുറച്ച് ആ ഒരു മൂടൊക്കെ മാറി 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇവര് തിരിച്ചു വിളിക്കുവാണ്. ഇവരെന്നെ തിരിച്ചു വിളിക്കുക. അപ്പം എൻ്റെ അടുത്ത് ഭഗവാൻ തിരിച്ചു വന്നിരുന്നപ്പോ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എപ്പോഴും കേൾക്കുന്നല്ലേ ഭഗവാനെ, ഞാനല്ലേ ഇങ്ങനെ കുറ്റം ചെയ്തില്ലെന്ന് കേൾക്കുന്നേ, ഞാൻ എപ്പോഴും ഇത് എപ്പം നിൽക്കും. ഞാൻ ഒരുപാട് ഇൻസൾട്ട് കിട്ടി വന്ന ജിനു, ഒരുപാട് ഇൻസൾട്ട് കിട്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഭഗവാൻ എനിക്ക് ഈ ഡ്യൂട്ടി വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഭഗവാനെ ഞാൻ ഒരുപാട് ഇൻസൾട്ട് കിട്ടിയ ഒരാളാണ്. ഇനി ഇവിടെ വന്ന് ഇനി ഭഗവാൻ എന്നിലൂടെ ഭഗവാനെയും കൂടെ ഞാൻ ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതിനുള്ള ഉത്തരവൊന്നും എനിക്കില്ല. അത് എനിക്കൊരു ഡ്യൂട്ടി പോലെ ഇപ്പൊ തന്നേക്കുന്നത്. അപ്പം അന്നത്തെ ആ ഇൻസിഡന്റ് സമയത്ത് ഞാൻ തിരിച്ചു വന്ന് സോറി പറഞ്ഞ് വന്നിരുന്നപ്പോ ഞാൻ പറഞ്ഞു, ഇതല്ലേ എപ്പോഴും എന്റെ ലൈഫിൽ ഇത് തന്നെയല്ലേ നടന്നിട്ടുള്ള, തോന്നുന്നവർക്കൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ ഭഗവാൻ അത് തെളിയിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ ഒറ്റ കാര്യം പറഞ്ഞു, നിന്റെ കർമ്മഫലമാണ്, എന്ത് വെച്ചാലും നിന്റെ കർമ്മഫലമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്ത് വെച്ചാലും കർമ്മഫലം, അത്രേ പറഞ്ഞു. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടെ വലിയ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് എനിക്കറിയാം അവരെന്തൊക്കെ ആണെങ്കിലും അവരുടെ വർക്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആണ്. അവരുടെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് അവർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഹമ്പിളായിട്ടാണ് സംസാരിക്കുന്നത്. അവരെന്നെ വിളിച്ചിട്ട് വിഷമ പറയുന്നത്, ലക്ഷ്മി ഞാൻ ആ ക്ലയന്റിനോട് എത്ര നല്ല സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച, പക്ഷെ അവര് പുറത്തു പോയി കംപ്ലൈന്റ് കൊടുത്തത് റൂമിനകത്ത് അവരോട് ഹാർഷായിട്ടാണ് സംസാരിച്ചത്. അതായത് അവര് ചെയ്യാത്തൊരു കുറ്റം ആണ് അവരെ അപ്പൊ എനിക്ക് സങ്കടം തോന്നിച്ചാൽ എനിക്കറിയാം അവരുടെ വർക്ക് എങ്ങനെയാണ്. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ് നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, സാരമില്ല എന്ന് പറഞ്ഞു വെച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, ഇതേ സംഭവമായിരുന്നു അവരെന്നെയും ചാർത്തിയത്. 2 ദിവസത്തിന് മുമ്പ് ഇതേ കാര്യമാണ്, ഞാൻ ചെയ്യാത്ത കാര്യമാണ്. അതാണ് ഈ 2 ദിവസം കഴിഞ്ഞിട്ട് അവർ എന്നെ വിളിച്ചു പറഞ്ഞു. വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കണമെന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് മതി, അല്ല ഇപ്പൊ അങ്ങ് ചോദിച്ചത്. വേറൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഈ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടാവാം, ഇതൊക്കെ ഈ വെറുതെ ഒരു മെൻ്റൽ ഹാലൂസിനേഷൻ ആണ് എന്ന്. അവർക്ക് സാധാരണക്കാരുണ്ട്. അങ്ങനെ തോന്നുന്നവരോട് ലക്ഷ്മിയുടെ റിപ്ലൈ എങ്ങനെയായിരിക്കും? സ്പിരിച്വൽ അല്ലാത്ത ആൾക്കാർ
സ്പിരിച്വൽ അല്ലാത്തവർക്ക് ഇത് കാണാൻ യോഗം വരത്തില്ല ജിനു. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തുടക്കക്കാരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയാം, ഇതുവരെ ഉള്ള എല്ലാ കാര്യത്തിനും സാക്ഷികളുണ്ട്. ഞാൻ സയൻസ് പഠിച്ച ഒരാളാണ്, എനിക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്ന് വന്ന ഒരാളാണ്. ഞാൻ തന്നെയാണ് ജീവിക്കുന്നത്, ഞാനൊരു ജീവിക്കുന്ന എവിഡൻസ് തന്നെയാണ്. ഭഗവാൻ ഉണ്ട് അല്ലെങ്കിൽ ആ ശക്തി ഉണ്ടെന്ന് ഞാൻ തന്നെയാണ് തെളിവ്. ഞാൻ പറയുന്നത് പ്രതിയും വാദിയും എല്ലാം ഞാൻ തന്നെയാണ്. ഇതില് ഹാലുസിനേഷൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നില്ല. ബിക്കോസ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് തെളിയിക്കാൻ ഓരോരുത്തരെയും ഭഗവാൻ നിരത്തി നിർത്തിയിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഞാനിത് അപ്പൊ ഇവരെ ആ കേസ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് ക്ലിക്കായത്. അപ്പൊ ഞാൻ ഉടനെ ഭഗവാനെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ ഭഗവാൻ അവളുടെ കർമ്മഫലം അവൾ അനുഭവിക്കുന്നത്. ഞാൻ ഇത് ഞാനൊന്നും ചെയ്തില്ല, അവളുടെ കർമ്മഫലം അവൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇത് എല്ലാരും കേൾക്കുമ്പോൾ എങ്ങനെ, പക്ഷെ എനിക്ക് കേൾക്കാം, സൗണ്ട് കേൾക്കാം. അത് എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കല്. ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണെന്നും എനിക്കറിയത്തില്ല, അതെനിക്ക് കേൾക്കാം. അല്ല, അത് മാത്രമല്ല ലക്ഷ്മി, 2012 ശേഷം ഞാൻ ആദ്യം സ്പിരിച്വാലിറ്റി എസൻസ് ടേസ്റ്റ് ചെയ്ത് 2012, അതുകൊണ്ടായിരിക്കാമെന്നും എനിക്കറിയില്ല. അതോ 2012 ഒരു പ്രത്യേകത ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ മുമ്പിൽ തന്നെ കാണിച്ചു തരും. അത് തിരിച്ചു കൊടുത്തിട്ട്, ആ കർമ്മം തിരിച്ചു കൊടുത്തിട്ട് നമ്മളെ തന്നെ അത് കാട്ടിത്തരികയാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡപ്പ് ആയെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എനിക്ക് എന്തോ എന്റെ ഒരു കർമ്മഫലമായിരുന്നു ഞാൻ ഈ ആളുകളാൽ ഇൻസൾട്ട് ചെയ്യുന്നത്. മേ ബി എന്റെ മുൻജന്മത്തിൽ, ഞാൻ ഈ ജന്മത്തിൽ ആരെയും ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഞാൻ ആരെയും എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എന്റെ അച്ഛൻ പറഞ്ഞെന്ന ഒരു പോളിസി ഉണ്ട്. നമ്മൾ വേറൊരാളെ പറയുമ്പം ആലോചിക്കണം, അത് എനിക്കാണ് എന്തുമാത്രം വിഷമമാണ്. അതാണ് ഞാൻ ഇന്ന് വരെയും ഫോളോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജന്മത്തിൽ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ആരെങ്കിലെയൊക്കെ വിഷമിപ്പിച്ചതായിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അടുത്ത് വന്നതിന് ശേഷം ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്ത് വന്നാലും അത് എന്റെ കർമ്മഫലമാണ്, അത് ചെയ്യണം. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ തിരിച്ച് ദേഷ്യം വന്നപ്പോ അന്ന് മാത്രമാണ് ഭഗവാൻ രൂക്ഷമായിട്ട് സോറി പറയണം, ഇല്ലേ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോകും എന്ന് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ 1/2 മണിക്കൂർ അവര് വിളിച്ചു. അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, ഭഗവാനെ ഇങ്ങനെ നീ എന്താ കള്ളത്തരം ചെയ്തോ എന്നുള്ള വെക്കുമ്പോ പറയാം, ഞാനൊന്നും ചെയ്തില്ല, അവരുടെ കർമ്മഫലം അനുഭവിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അഡിക്ഷനാണ് ഭഗവാൻ അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. നമുക്ക് ഏതൊരു ഡ്രഗ് തന്നാലും ആ ഒരു കിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ വേറെ എന്തിനും നമുക്ക് ആ ഒരു ഹൈ പീക്കിലുള്ള സന്തോഷം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എപ്പോഴും ഉണ്ട് എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പം എനിക്കറിയാം എന്റെ ഭഗവാൻ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സൗണ്ട് ഇല്ല, ടെലിപ്പതി അല്ലെങ്കിൽ സൗണ്ട്, യൂട്യൂബ് വഴി, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് മെസ്സേജ് ചെയ്യാത്തവരിൽ കൂടെ മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഇത്രയും. പക്ഷെ അവരോട് ചോദിച്ചാൽ ചിലപ്പോ അവർക്ക് അറിയത്തില്ലെങ്കിൽ, ചിലപ്പോ അവരറിയും അങ്ങനെ അങ്ങ് ചെയ്തു, അവർക്ക് റീസൺ കാണത്തില്ല. പക്ഷെ 10 വർഷം 20 വർഷമൊക്കെ മിണ്ടാത്തവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ മെസ്സേജ് അയക്കുന്നത് പെട്ടെന്ന്. അതുമല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരാളുടെ ഫിഗർ ഇങ്ങനെ ഷൂട്ട് ഔട്ട് ചെയ്ത് വരും. നമുക്ക് വിളിക്കണമെന്ന് തോന്നും, അല്ലെ അവര് വിളിക്കും, എന്തെങ്കിലും പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് ഷൂട്ട് ഔട്ട് ചെയ്ത് വരും. അങ്ങനെ അവരിലൂടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഡെയിലി നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയും, നിങ്ങൾ പറയുന്നത് ചിലപ്പം കിച്ചണിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയും. പക്ഷെ ആ ദിവസം മാത്രം സംതിങ് ടോട്ടലി ഡിഫറെന്റ് അവരിൽ നിന്ന് വരും, അല്ലെ നിങ്ങളിൽ നിന്ന് പോകും. നമ്മൾ ആലോചിക്കുന്നതിന്റെ ഉത്തരവായിരിക്കും അത് കിട്ടുന്നത്. അതെ അതെ അതെ. പ്രത്യേകിച്ച് ജിനു, എനിക്ക് ഇത്രയൊക്കെ അനുഭവങ്ങളും എനിക്ക് അദ്ദേഹത്തിന്റെ സൗണ്ടും ഒക്കെ കേൾക്കാമെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് എപ്പോഴും സംശയമാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഒരു സയൻസ് ഫീൽഡിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാവാം എനിക്ക് എപ്പോഴും ഒരു ഡൗട്ട്. ഇതൊക്കെ ഞാൻ തന്നെ സംശയിക്കാറുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിച്ചാണോ എന്ന്. അങ്ങനെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ചോദിക്കും, ഭഗവാൻ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ ഞാൻ തന്നെ പറയും, അയ്യോ എനിക്ക് ഭ്രാന്ത് പിടിച്ചാണേ എന്ന് വിളിച്ചു പറഞ്ഞാന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും, അതിനെല്ലാം ഞാൻ ആൾക്കാരെ എവിഡൻസ് വെച്ചിട്ടുണ്ട്, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. മനസ്സിലായി, ഞാൻ തന്നെ ഒരു ഭ്രാന്താശുപത്രി ചെന്നിട്ട് എനിക്ക് ഭ്രാന്ത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് തരാന്ന് പറഞ്ഞ് തെളിയിക്കാൻ അവിടെ ആളുണ്ട് എന്ന് ഭഗവാൻ എപ്പോഴും പറയും. അപ്പം ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്തത്. പക്ഷെ
ഞാൻ മെറ്റീരിയലിസ്റ്റിക് വേയിൽ ഞാൻ അധികം ഒന്നും ആഗ്രഹിക്കാറില്ല. പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ വരുമ്പം അത്യാഗ്രഹം ഉണ്ടോ എനിക്കറിയില്ല. ഇത്രയൊക്കെ ഭഗവാൻ തരുന്നതന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു അത്യാഗ്രഹം എപ്പോഴും എനിക്ക് ഉള്ളിലുണ്ട്. എനിക്ക് നമുക്കൊരു മനസ്സിലെല്ലാ അവരവരുടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഒരു രൂപം കൊടുത്തേക്കുമല്ലോ, ഇന്നതുപോലൊക്കെ. ആ രൂപത്തിൽ എനിക്ക് ഭഗവാനെ കാണണം. അത് കുറേ നാളുകളുള്ള എന്റെ ആഗ്രഹം. അപ്പൊ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇങ്ങനെ വരും. അപ്പൊ ഞാൻ പറയും ശബ്ദമല്ല, എനിക്കൊന്ന് കാണണം. നമുക്ക് ആ ലൈറ്റിന്റെ രീതിയിൽ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്, സൗണ്ട് ഒക്കെ. പക്ഷെ അത് അത്യാഗ്രഹമായിരിക്കാം ഭഗവാൻ. ഞാൻ ഇടയ്ക്ക് അത് ഓർത്ത് കരയാറുമുണ്ട് ഭഗവാന്റെ അടുത്ത്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. നമ്മുടെ എന്താ പറയാ, ഹൃദയം ഇങ്ങനെ പൊട്ടുന്ന മാത്രം ഒരു വിഷമം, ആളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന പോലെ. അതിന് പല പ്രാവശ്യമായി. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാന് ഏങ്ങലടിച്ച് കരയുവാണ്. ഭയങ്കര ഏങ്ങലടിച്ച് കരഞ്ഞിട്ട് ഞാൻ പറയാണ്, ഞാൻ അത്രമാത്രം ഒന്നും പുണ്യം ചെയ്തിട്ടില്ലായിരിക്കും, എനിക്കറിയാം ഈ ജന്മത്തിൽ ഞാൻ ഒരു പുണ്യവും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെ ഇത് ഇപ്പൊ പറഞ്ഞ പോലൊക്കെ തന്നെ പറയാണ്. എനിക്കറിയാം അവിടുത്തെ ഭക്തന്മാരുടെ അവർക്കൊക്കെ അറിയാവുന്നതിന്റെ അത്രയും നോളജ് പോലും എനിക്കറിയത്തില്ല ഭഗവാനെ. ഞാൻ ഇങ്ങനെ അങ്ങ് സ്നേഹിക്കുന്നു. അല്ലാതെ ഇപ്പൊ തന്നെ ഭഗവാൻ എന്തെങ്കിലും പഠിപ്പിച്ചു കഴിയുമ്പം ഞാൻ പറയില്ലേ, വീഡിയോ യൂട്യൂബിലായിരിക്കും. അതൊക്കെയാണ് എന്റെ തെളിവ്. ഇപ്പൊ പുനർജന്മം പഠിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വിഷൻ കിട്ടും പുനർജന്മം. ഞാനത് എന്റെ ജീവിതത്തിൽ പോലും സെർച്ച് ചെയ്ത് കാണത്തില്ല. പ്രാർത്ഥിച്ചെല്ലാം കഴിയുമ്പോൾ മൊബൈലിൽ വന്ന് കിടക്കുന്ന പുനർജന്മം വീഡിയോ ആണ്. തെളിവ് ചോദിച്ചാൽ ഇതൊക്കെയാണ് എന്റെ കയ്യിലെ തെളിവ്. ഞാൻ സെർച്ച് ചെയ്യാത്തൊരു കാര്യം ജെന്യുവൻ ആയിട്ടുള്ളൊരു ആളുടെ വീഡിയോ ആയിരിക്കും വരുന്നത്. അത് ഒരു വട്ടം കാണും, പിറ്റേ ദിവസം വീണ്ടും പറയില്ല. ആൾക്കൊരു തത്വം ഉണ്ട്. ആ തത്വം ഞാൻ പഠിച്ചെടുക്കുന്നവരെ ചിലപ്പോൾ ചില വീഡിയോ ഒക്കെ എന്നെ 9ഉം 10ഉം പ്രാവശ്യം കാണിപ്പിച്ചതുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് എന്റെ കയ്യിലുള്ള തെളിവുകൾ. അപ്പം പിന്നെ ഞാനപ്പോ ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് അന്നേരം ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്കൊന്ന് കാണിച്ചു തരുമോ, എനിക്ക് അദ്ദേഹത്തെ എനിക്ക് താങ്കളെ ഒന്ന് കാണണം, നേരിട്ട് കാണണം എന്ന്. അങ്ങനെ ഒരു ദിവസം ഭയങ്കര ചങ്ക് പൊട്ടുന്ന പോലെ നമ്മളിങ്ങനെ പൊട്ടി കരയത്തില്ല, അങ്ങനെ കരയുവാണ്. ഞാൻ പറയാണ്, മേ ബി ഞാൻ സന്യസിക്കാൻ പോയി ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്. അതുകൊണ്ടായിരിക്കും, ഈ ഗൃഹസ്ഥരായിട്ടൊക്കെ ഇരിക്കുന്നോണ്ടായിരിക്കും ഭഗവാൻ അതുകൊണ്ടായിരിക്കാൻ ഭഗവാൻ വരാത്തെന്ന് വെച്ചു. പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണോ ആഗ്രഹിച്ച് അതേ രൂപത്തില് എൻ്റെ ഉള്ളിൽ വിഷനായിട്ട് ഭഗവാൻ വന്നിട്ട് ഞാൻ അത് വർണ്ണിക്കുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കാണും ദൈവത്തെ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരം, ഇതിൽ കൂടുതലൊരു മനോഹരമായിട്ടുള്ള സംഭവം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനുണ്ട്, നിത്യമായിട്ടുള്ള സംഭവം ഞാൻ. നീ സന്യസിക്കൊന്നും വേണ്ട, കർമ്മം ചെയ്യുക. എനിക്ക് പ്രധാനം കർമ്മമാണ്. ഒരു വീട്ടിലെ ഒരു മകനായിട്ടോ മകളായിട്ടോ അച്ഛനായിട്ടോ അമ്മയായിട്ടോ എന്തെങ്കിലും ഒരു റോൾ തന്ന് ഞാൻ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തെറ്റിയതല്ല. കർമ്മം ചെയ്യാതെ എൻ്റെ അടുത്ത് ഒരാൾക്കും വരാൻ പറ്റത്തില്ല. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരാം, കർമ്മം പൂർത്തീകരിച്ചിട്ടും എൻ്റെ അടുത്ത് വരാം. പക്ഷെ കർമ്മത്തിനാണ് അദ്ദേഹം വില കൊടുക്കുന്നത്. കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ എനിക്ക് സന്തോഷമായി. അദ്ദേഹത്തെ കണ്ടല്ലോ. കണ്ടതിന് ശേഷം അന്ന് രാവിലെ പ്രാർത്ഥിച്ച ശേഷം രാവിലെ എൻ്റെ മൊബൈലിൽ വരുന്നത് സഖൂഭായി എന്ന് പറഞ്ഞ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല ജിനു, അതാണ് ഞാൻ പറയുന്നത്. സഖൂഭായി എന്ന് പറഞ്ഞ ഡിവോട്ടിയുടെ അത് വന്നപ്പോ എൻ്റെ ഉള്ളിൽ പറയാണ്, നിനക്കുള്ളതാ കേൾക്കൂ, നിനക്കുള്ളതാണ് കേൾക്കൂ. അപ്പൊ ഞാൻ അത് കേൾക്കുമ്പോ എന്താണെന്നറിയോ, അതിന്റെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും എന്നെ തന്നെ എനിക്കതിൽ കാണാൻ പറ്റിയത് എന്ന് വെച്ചാൽ, അതിൽ ആ സഖൂഭായി ഒരു ലിമിറ്റിൽ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് സന്യസിക്കാലോ, അല്ലെങ്കിൽ എനിക്ക് ഭഗവാൻ പുണ്ടരി ബോംബെയിലുള്ള മഹാരാഷ്ട്രയിലുള്ള അദ്ദേഹത്തിന്റെ പേര്, ഇദ്ദേഹത്തിന് അവിടെ വിളിക്കുന്ന വേറെ പേരാ, എനിക്കത് അറിയത്ത് പോലും ഇല്ല. എന്തുവാ ആ പേര്? വിഡോബയെ കാണാൻ പറ്റത്തില്ലല്ലോ എനിക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇതെല്ലാം ഗൃഹസ്ഥ ആശ്രമമൊക്കെ ഇതാക്കിയിട്ട് സന്യസിക്കാൻ പോവാം. അപ്പൊ എന്റെ സ്റ്റോറി തന്നെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്ന ജിനു അതില്, മനസ്സിലായോ? അപ്പൊ തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് തെളിവ്. രാവിലെ ഞാൻ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞിട്ട് സഖൂഭായി ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് വരുന്നു, എന്നോട് കാണും, നിനക്കുള്ളതാന്ന് പറയുമ്പം വിശ്വസിക്കുന്നവർക്ക് വിശ്വാസം വരും. അല്ലാത്തവരുടെ കാര്യം എനിക്കറിയേണ്ട ആവശ്യമില്ല. ഭഗവാനെ വിശ്വസിക്കുന്നവർക്ക് അറിയാം, അനുഭവങ്ങൾ ഉള്ളവർക്കറിയാം. എന്താ പറയാ, ഇപ്പം അതിനുശേഷം ഭഗവാന്റെ ഈ ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഫിസിക്കലി അപ്പിയർ ആയിട്ട്, അതായത് എനിക്ക് കാണാൻ പറ്റില്ല, അരൂപിയാണ്, പക്ഷെ എന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ദൈവം അത് എനിക്ക് അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. എനിക്കതിനൊരു 100 എക്സാമ്പിൾസ് പറയാം, പക്ഷെ 3 ഞാനിപ്പം പ്രധാനപ്പെട്ട 3 പറയാം. ഒന്ന്, അഹല്യാസ്തുതി ഞാൻ പറയില്ലേ, നിർത്തിന്ന്.
അഹല്യാസ്തുതി ഞാൻ നിർത്തി. അന്ന് ഈ അവരെ ഡിലീറ്റ് ചെയ്തോണ്ട് ഈണം നിർത്തി. ഇതെല്ലാം കഴിഞ്ഞ് ഈ ദർശനം എല്ലാം കഴിഞ്ഞ് സഹൂബ എല്ലാം കുറെ കാലം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഒരു പ്രാവശ്യം ഒരു 4 മണിയായപ്പോ ഭഗവാൻ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കപ്പോ എന്റെ ഹാർട്ടിൽ ഭയങ്കര ആനന്ദം ഫീൽ ചെയ്യുക. ഭഗവാന് സന്തോഷം തോന്നാണ് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുന്ന വെച്ചാൽ ഭയങ്കര ആനന്ദം. എനിക്ക് കാരണമില്ലാതെ എന്റെ കണ്ണീന്ന് കണ്ണുനീര് വരും ഭഗവാന് സന്തോഷം വരുവാണെങ്കിൽ. അപ്പൊ ഒരു 4 മണി ആയപ്പോ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തുള്ളിക്കളിക്കുക, ഡാൻസ് കളിക്കുക. അപ്പൊ എന്റെ ലക്ഷ്മി എങ്ങനെ എഴുന്നേക്കൂന്ന്. അപ്പൊ ഞാൻ സമയം നോക്കിയപ്പോ 4 മണിയായുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം ഭഗവാനെ. അപ്പൊ പിന്നൊന്നുമില്ല. എല്ലാം എപ്പോഴും ഭഗവാൻ നമ്മുടെ ചോയ്സ് ആട്ടോ. ഭഗവാൻ വന്ന് പറയും എന്ത് കാര്യമായാലും അങ്ങനെ തന്നെ ഭഗവാൻ വന്ന് പറയും. നമ്മള് പിന്നെ കുറച്ചും കൂടെ സ്നേഹം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നിർബന്ധിക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഒരു 5 മണിയായി, വീണ്ടും എഴുന്നേക്ക്, ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം. പിന്നെ അവസ്ഥ അങ്ങനെ പറഞ്ഞു എന്തായാലും താമസിച്ചു. ഒരു 7 മണിയായി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകണം, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം, ലഞ്ചും കൊണ്ടുപോകേണ്ട സാധനം എടുക്കണം. അപ്പോഴേ ഞാൻ കുക്ക് ചെയ്തോണ്ടിരിക്കുക, ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പുറകിൽ ഫീൽ ചെയ്യാം, എന്റെ തൊട്ട് പുറകില് നമ്മൾ സാധാരണ മനുഷ്യർ നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യാം. പക്ഷെ എനിക്ക് കാണുന്നില്ല അങ്ങനെ. എന്നിട്ട് ആളെന്താ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ എന്റെ പുറകിൽ കൂടെ എത്തി നോക്കിട്ട് തീരാറായോ ഇങ്ങനെ. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്കറിയാലോ ഇന്നൊരാളെന്ന് ഇപ്പൊ ഉണ്ടെന്ന്. ഇങ്ങനെ തിരിഞ്ഞു ഇങ്ങനെ ആക്കിയിട്ടേ പറഞ്ഞു വെപ്രാളം പിടിച്ചിട്ട് ഒരു കാര്യമില്ല, ഇത്രയും കാര്യം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയാം. അപ്പൊ ആള് തിരിച്ചു പറഞ്ഞ എന്റെ കുഴപ്പമാ, ഞാൻ രാവിലെ തൊട്ട് വിളിക്കുന്നില്ലേ നിന്നെ. ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞു. എന്നിട്ട് എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് സോഫ വന്നിട്ട് പറ എന്താ പറയാനുള്ളത്. അപ്പൊ പറഞ്ഞു, അപ്പൊ എന്റെ ഉള്ളിൽ ഇങ്ങനെ അഹല്യാസ്തുതി എടുക്ക്. അപ്പൊ മൊബൈൽ എടുത്തപ്പോ അഹല്യാസ്തുതി സുസ്മിത ജഗദീഷിന്റെ വന്ന് കിടക്കുവാണ് ഓൾറെഡി. ഞാൻ അത് ഓണാക്കിയാൽ മാത്രം മതി, ഞാൻ ടൈപ്പ് പോലും ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് നമ്മൾ കേട്ടല്ലേ, ഇത് എനിക്ക് ഇഷ്ടമുള്ള ട്യൂണല്ല. അപ്പൊ ആർക്കറിയാം എനിക്ക് ഈ അഹല്യാസ്തുതി ഭയങ്കര വിഷമം. ആര് വേറെ പാടിയാലും എനിക്ക് സങ്കടം വരുക. എന്ന് വെച്ചാൽ ഞാൻ പാടിക്കൊണ്ടിരുന്ന സംഭവം വേറെ ആരെയും ട്യൂൺ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അത് ആർക്കറിയാം എനിക്ക് അത്രയും സങ്കടം വരുന്നുണ്ട്. ഇത് ആരെങ്കിലും വേറെ ആരെങ്കിലും അഹല്യാസ്തുതി കേൾക്കുമ്പോൾ ഞാൻ അത് മാറ്റുവാണ്, എനിക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവർ. അപ്പൊ ഇത് വന്ന് കിടക്കുവാണ്. ഞാനത് മൊബൈൽ ഓൺ ആക്കിയപ്പോ സുസ്മിത ജഗദീശൻ. അപ്പൊ ഞാൻ കേട്ടല്ലേ ഭഗവാനെ, എനിക്ക് ഇഷ്ടമുള്ള രീതി അല്ലല്ലോ അവര് പാടുന്നേ. സെറ്റിങ്സ് എടുത്തു. അപ്പൊ ഞാൻ സെറ്റിങ്സ് എടുത്തു. ഈ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാന്നുള്ളത് എനിക്കറിയത്തില്ല, എനിക്ക് ഭഗവാൻ പഠിപ്പിച്ചു തന്നെ എന്റെ മൊബൈലില്. സെറ്റിങ്സ് എടുക്കുക. അത്ര ക്ലിയർ ആയിട്ടാണോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? അതെ. അപ്പൊ ഞാൻ സെറ്റിങ്സ് എടുത്തു, നീ ആ സ്പീഡ് ഒന്ന് കുറച്ചേ. അപ്പൊ ഞാൻ സ്പീഡ് കുറച്ചപ്പോ ജിനു എനിക്ക് ഇഷ്ടമുള്ള ട്യൂണാണ്. ഞാൻ ഭവനോട് ഇങ്ങനെ എന്താ പറയാ പാടിയിട്ടും കരയുവാ ജിനു. എന്താ വെച്ചാ ഇത്ര മാത്രം എന്നെ സ്നേഹിക്കാൻ മാത്രം പുണ്യൊന്നും എനിക്കറിയത്തില്ല, ചെയ്തിട്ടുണ്ടോ. ഉണ്ടാവാം. അതല്ല ഞാൻ ആദ്യമേ പറഞ്ഞത്, ഫസ്റ്റ് ഇതിൽ തന്നെ പറഞ്ഞില്ലേ, മുജ്ജന്മ സുഹൃതമാണ്. അങ്ങനെ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. മുൻജന്മത്തിൽ ഞാൻ ഹയർ ആയിരുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ വെച്ചാൽ അങ്ങനെ ഒരു വിശ്വസിക്കാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ എന്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ നമ്മള് മുൻജന്മത്തിൽ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മുടെ ലൈഫിൽ ആ സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ദുർഗാമ്മയുടെ പ്രസൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ക്യാരക്ടർ നമ്മൾ അതുപോലെ ഒന്ന്, ഞാൻ ചീത്ത കുട്ടിയല്ലായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അന്നേ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭഗവാനോട് അന്നേ അടുക്കാറുന്നില്ല, ഞാൻ വെറുക്കത്തില്ലായിരുന്നല്ലോ എന്നുള്ളൊരു. ഇല്ല, വെറുക്കുക എന്നുള്ളത് അതൊരു സ്റ്റെപ്പ് ഇൻ ടു ലവ്. അതാണ് ആ ഒരു വികാരമാണ്. എയ്ത്തിസ്റ്റുകൾ കണ്ടില്ലേ, മിക്ക വലിയ വലിയ സന്യാസികളൊക്കെ ആദ്യമേ എയ്ത്തിസ്റ്റുകളായിരുന്നു. എന്നിട്ടാണ് ആ ഒരു അതായത് ആ മൂണിന്റെ ഫയറുള്ള സൈഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് സൈഡും അറിഞ്ഞിരിക്കണം, എന്നാലേ ആ ഫയർ ഫീൽ ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? ഇപ്പോൾ ഒരു യിങ് യാങ് എന്നാണ് പറയുന്നത്, ശിവശക്തി. അത്രയും കരുതിയാൽ മതി അതിന്. അപ്പം ഇത് പ്രീവിയസ്ലി ഉണ്ട്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് കൂട്ടിയാൽ മതി. അതാ ഞാൻ പറയുന്നത്, തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ തെളിവ്. എനിക്കത് വേറെ എനിക്കൊന്നും അറിയത്തില്ല പറയാൻ. അത് കിട്ടിക്കഴിഞ്ഞു, അവർക്ക് കിട്ടേണ്ടവർക്ക് അത് കിട്ടി. അതിനാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. പിന്നെ ബ്രേക്ക് എടുക്കണോ? ഇല്ല, കുഴപ്പമില്ല. രണ്ടാമത്
രണ്ടാമത് ഭഗവാന്റെ പ്രസൻസ് അറിഞ്ഞ ഒരു നിമിഷം, നമ്മളിപ്പോ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, സർവം മായ, ഗോസ്റ്റിന്റെ ഒരു സിനിമ. ജിനു കേട്ടോന്ന് എനിക്കറിയത്തില്ല, നമ്മളൊക്കെ പോയി കണ്ട സിനിമ. അതിനകത്ത് നായകന്റെ അടുത്ത് ഗോസ്റ്റ് വരുന്നു. പക്ഷെ നമ്മളെ എപ്പോഴും കാണുന്ന പോലല്ല, നല്ല സ്നേഹമുള്ള ഗോസ്റ്റ്. അവസാനം പോകുമ്പോ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും എന്താ തോന്നുന്നത്, പോകല്ലേ, തിരിച്ചൊന്ന് വന്നിരുന്നെങ്കിലായിരുന്നു. അത് സിനിമയിലായതുകൊണ്ട് എല്ലാരും എൻജോയും ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുമുണ്ട് അത് വന്നിരുന്നെങ്കിൽ. ഇവിടെ എന്റെ കേസില് ഗോസ്റ്റ് അല്ല, കണ്ണനാന്നേ ഉള്ളൂ. അപ്പം അത് സിനിമയിലായതുകൊണ്ട് ആൾക്കാർ അതൊക്കെ അംഗീകരിക്കും. സ്വന്തം ജീവിതത്തിൽ വരുമ്പോ ആരും അംഗീകരിക്കത്തില്ല. അപ്പൊ എന്റെ ഭർത്താവ് നല്ല ദൈവവിശ്വാസിയാണ്, പക്ഷെ എല്ലാരെയും പോലെ എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹവും ഡോക്ടറാണ്. അപ്പൊ ഊഹിക്കാതെ സയൻസിനകത്താണ് നിൽക്കുന്നത്. എന്റെ ബ്രദർ ആണെങ്കിലും സയന്റിസ്റ്റ് ആണ്, സിസ്റ്റർ-ഇൻ-ലോയും ഡോക്ടർ. അപ്പൊ എല്ലാവരും സയൻസിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയും, ഇത്രയും എവിഡൻസ് എനിക്ക് തരുന്ന എനിക്ക് ഇത്രയും എവിഡൻസും കാര്യങ്ങളും കേട്ടാൽ എനിക്ക് പോലും ഇടയ്ക്ക് ഡൗട്ട് തോന്നും, ഇതെല്ലാം എന്റെ ഹാലുസിനേഷൻ ആണോ, അങ്ങനെ തോന്നാറുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ തോന്നുന്ന തോന്നുന്ന സെക്കൻഡിൽ ഭഗവാൻ എനിക്ക് എവിഡൻസ് തരും, അല്ല ഇത് തോന്നുന്നതാണ്. അപ്പോ ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഭഗവാൻ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, സന്യസിക്കണ്ട നമ്മുടെ കർമ്മം ചെയ്ത. അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ എന്താ പറയാ, ഫാമിലി ലൈഫും സ്പിരിച്വൽ ലൈഫും പാരലായിട്ട് തന്നെ നടത്താൻ ശ്രമിക്കാറുണ്ട്, മാക്സിമം ശ്രമിക്കാറുണ്ട്. ആരും എന്റെ ഭഗവാനെ ഞാൻ കാരണം പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പൊ ഇത് പറയുമ്പോ പോലും, ഈ വീഡിയോ ഇറങ്ങുമ്പോൾ പോലും അതിന്റെ താഴെ പല നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് വരും. അതെല്ലാം ഞാൻ എടുത്തോളാം. എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതെല്ലാം ഭഗവാന്റെ കാലത്ത് സമർപ്പിക്കുക. എന്താ വെച്ചാൽ ഞാൻ കാരണം അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യാന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു വിചാരം, ഞാൻ കാരണം അദ്ദേഹത്തിന് ഇൻസൾട്ട് ആവുന്നു. അപ്പൊ ആ സിനിമയില് ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാവർക്കും വിശ്വസിക്കും. ആ സിനിമയില് എല്ലാവർക്കും കാണുമ്പം ആഗ്രഹമാണ് ഇതെല്ലാം ചെയ്യണം എന്നൊക്കെ, തിരിച്ചു വരണം.